മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ, ആദില, നൂറ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂറേനോട് അനുമോൾ ചോദിക്കുന്നുണ്ട്, ഒരിടത്തൊരിടത്ത് എൻ്റെ സ്റ്റോറി പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു, എനിക്ക് കുറച്ചും കൂടിയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിൻ്റെ ബസറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ വന്ന ഫീൽഡും അതേപോലെ ഞാൻ അനുഭവിച്ച കുറേ വിഷമങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നീ പറയുന്നത് ശരി തന്നെയായിരുന്നു, ഞാനും കരുതി നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമെന്ന്, പക്ഷെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഒരിടത്തൊരിടത്തു നിന്ന് തുടങ്ങി നമ്മുടെ കുട്ടിക്കാലം, അതേപോലെ ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ ആദ്യത്തെ ലവ്, അങ്ങനെയൊക്കെ പറയാനൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിസേൽ ചോദിക്കുന്നുണ്ട്, ഈ ബിഗ് ബോസ് ലവൊക്കെ പറയാൻ പറ്റുമോ, നമ്മുടെ ലവൊക്കെ ബിഗ് ബോസ് പറയാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞാൽ അത് ഇപ്പോഴല്ല, അതിനൊരു വേറെ പ്രത്യേക ടാസ്ക് ഉണ്ടാവും, ആ സമയത്തായിരിക്കുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, പഴയ സീസണിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ എവിടുന്നോ ഒരു ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരുടെയാണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടാവുമായിരിക്കും, ഇനി നമുക്ക് തരുമോയെന്ന് അറിയില്ലല്ലോ എന്നും നൂറ പറയുന്നു. നൂറനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നില്ലേന്ന്. എനിക്ക് കുറ്റബോധം നന്നായി തോന്നിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയല്ലേ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറേനോട് അനുമോൾ പറയേണ്ട, ആദിലേനെ ഒന്ന് വിളിക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദില അടുത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും ഞാനൊരു ബ്ലാങ്കായി പോയി എൻ്റെ സ്റ്റോറി പറയുന്ന സമയത്ത്, എനിക്ക് കുറച്ചും കൂടെ കുറേ പറയണമെന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആദിലേയും പറയുന്നുണ്ട്, എൻ്റെ സ്റ്റോറിയിൽ എനിക്ക് കുറച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നീ നിൻ്റെ സ്റ്റോറിയിൽ നല്ല പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് അനുമോൾ ആദിലേനോട് പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഒരു സ്റ്റോറി എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൂപ്പായിട്ടൊരു സ്റ്റോറി നമുക്ക് ഈ സ്റ്റോറിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞാലൊന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അത് നല്ലൊരു ഇതാണെന്ന് ആദിലയും അത് പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വെക്കാം, അത് എവിക്ഷന് മുമ്പ് തന്നെ വെക്കണം, എന്നാലാണ് സ്റ്റോറിയൊക്കെ പറയാൻ പറ്റുള്ളൂ, നിനക്ക് നല്ല പേടിയുണ്ടല്ലേ എന്ന് നൂറ ആദിലനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ എന്ന് പറയുന്നുണ്ട്. അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കും, അങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് അനുമോൾ പറയുന്നുണ്ട്.